ഹായ് മക്കളെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23 ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ലെറ്റ് ദിസ് സർക്കിൾ സി ടച്ചസ് ദി ലൈൻ എക്സ് മൈനസ് വൈ പ്ലസ് 1 is equal to 0 ഹാവ് ദി സെൻറ്റർ ഓൺ ദി പോസിറ്റീവ് എക്സ് ആക്സിസ്. ഓക്കെ, ആൻഡ് cut off a chord of length 4 by root 13 along the line minus 3x plus 2y is equal to 1. Let h be the hyperbola x square by alpha square minus y square by beta square is equal to 1, whose one of the foci is the center of C and the length of the transverse axis is the diameter of C. Then 2 alpha square plus 3 beta square is equal to. Question പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ടി ലെവൽ 1. അപ്പോൾ കുറേ ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസ് ഈ ഷിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട്, എന്നാൽ കുറേ ക്വസ്റ്റ്യൻസൊക്കെ വളരെ എളുപ്പമുള്ളതുമാണ്. അപ്പോൾ എനിവേ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻ പേപ്പറുകൾ വരുമ്പോൾ എല്ലാവർക്കും ഡിഫിക്കൽട്ടി തന്നെ ആയിരിക്കും. മെജോറിറ്റി ആൾക്കാർക്കും എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അത് ഡിഫിക്കൽട്ടി തന്നെ ആയിരിക്കും. സ്വാഭാവികമായിട്ടും അതിൽ ചെയ്യാൻ പറ്റുന്നത്ര ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഗുഡ് സ്കോർ. അതാണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഡിഫിക്കൽട്ടി ആവുന്നതാണ് നല്ലത്. ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും ഡിഫിക്കൽട്ടി ആകുക, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വിൽ ബി സേഫ്. അതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ, ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ക്വസ്റ്റ്യൻ വന്ന ഭാഗം മനസ്സിലായല്ലോ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കയറി വന്നിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, സർക്കിളുണ്ട്, അതുപോലെ കോണിക് സെക്ഷനിലേക്ക് വന്നിട്ടുള്ള സർക്കിള്, ഹൈപ്പർബോള, അല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ന് വെച്ചാൽ ഒരു മൾട്ടിപ്പിൾ കൺസെപ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്പിൾ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യമേ നമുക്ക് വേണ്ടത് ഒരു റഫ് ഒരു ഡയഗ്രം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഏകദേശം ഒരു ഐഡിയ എന്താണെന്നുള്ളത് കിട്ടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡയഗ്രാം അടുത്ത പേജിൽ നിങ്ങൾക്ക് വരയ്ക്കാം. കാരണം കുറച്ച് വലിയ ഡയഗ്രം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. നോക്കടാ, ഇതിൽ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താ, സർക്കിളിൻ്റെ സെൻറ്റർ പോസിറ്റീവ് എക്സ് ആക്സിലാണെന്ന് പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, ഈ സർക്കിളിൻ്റെ സെൻറ്റർ കിടക്കുന്നത് പോസിറ്റീവ് എക്സ് ആക്സിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എക്സ് ആക്സ് ആണെങ്കിൽ അതിൻ്റെ പോസിറ്റീവായിട്ട് നമുക്ക് ഇവിടെ എടുക്കാം. ഇത് ഏതാ കോർഡിനേറ്റ് നമുക്കറിയില്ല. സപ്പോസ് ദിസ് പോയിന്റ് ഈസ് m,0. നമുക്കതിനെ അങ്ങനെ എടുക്കാം, m,0 എന്ന് എടുക്കാം. ഇപ്പോൾ ഒരു സർക്കിൾ സി ഇതാണ്, സി എന്ന് പറയുന്ന സർക്കിൾ ഇതാണ്. ഈ സർക്കിളിനെ ടച്ച് ചെയ്യുന്നൊരു ലൈൻ ഉണ്ട്, എക്സ് മൈനസ് വൈ ഇസിക്കൽ ടു എന്താണ്, എക്സ് മൈനസ് വൈ പ്ലസ് 1 is equal to 0 ആണ്. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് നമുക്കറിയാം. എക്സ് മൈനസ് വൈ പ്ലസ് 1ൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ടച്ച് ചെയ്യുന്ന ലൈനായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. സ്ലോപ്പ് പോസിറ്റീവാണ്. അപ്പോൾ ആ ലൈനെ ഞാൻ ഇങ്ങനെ കൺസിഡർ ചെയ്തു കേട്ടോ. യെസ്, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഞാനിവിടെ എഴുതുന്നുണ്ട്. എക്സ് മൈനസ് വൈ പ്ലസ് 1 is equal to 0 ആണ്. ഓക്കെ, എക്സ് മൈനസ് വൈ പ്ലസ് 1 is equal to 0 ആണ്. ഇനി ഇതിൽ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നോക്കുക, സെൻറ്റർ ഓൺ ദി പോസിറ്റീവ് എക്സ് ആക്സ് നമ്മൾ അതുപോലെയാണ് ആക്കിയെടുത്തിട്ടുള്ളത്. സെൻറ്റർ ഓൺ ദി പോസിറ്റീവ് എക്സ് ആക്സ് ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് കട്ട് ഓഫ് എ കോഡ് ഓഫ് ലെങ്ത് 4 by root 13 എലോങ് ദി ലൈൻ -3x plus 2y equal to 1. ഇവിടെ ഈ ഒരു ലൈൻ്റെയും സ്ലോപ്പ് പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ കൃത്യമായി പോയിന്റ് കൊടുത്തിട്ടൊന്നല്ല വരയ്ക്കുന്നത്. സ്ലോപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ തീരുമാനിക്കുക, വരയ്ക്കുക. സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ ലൈൻ വരയ്ക്കേണ്ട അറിയാമല്ലോ, ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ, നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചരിച്ചാണ് വരയ്ക്കേണ്ടത്. ദാറ്റ്സ് ഓൾ. ആ ഐഡിയ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എലോങ് ദി ലൈൻ -3x plus 2y. പക്ഷേ ഈ -3x plus 2y ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈനും എക്സ് മൈനസ് വൈ പ്ലസ് 1 is equal to 0 എന്ന് പറയുന്ന ലൈനും തമ്മിൽ പാരലല്ല. ഇതിൻ്റെ സ്ലോപ്പ് വ്യത്യാസമുണ്ട്, പക്ഷേ രണ്ടിനും പോസിറ്റീവ് സ്ലോപ്പാണ്. അപ്പോൾ പാരലല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ വരച്ചു കൊടുക്കണം. പാരലല്ലാത്ത രീതിയിൽ പോസിറ്റീവ് സ്ലോപ്പ് ആകുന്ന രീതിയിൽ വരയ്ക്കണം. മാത്രമല്ല ഇതിൽ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ, കട്ട് ഓഫ് ദി കോഡ് ലെങ്ത് അലോങ് ദി ലൈൻ എന്നാണ്, അല്ലേ? യെസ്, പിന്നെ വേറെ സെൻറ്ററിലൂടെ അതൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചിരിച്ചങ്ങ് വരച്ചു കൊടുത്താൽ മതി. പാരലാണെന്ന് തോന്നാൻ പാടില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പാരലല്ലാത്ത രീതിയിൽ വരച്ചു. ഇനി ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ശ്രദ്ധിക്കണേ, സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതാ, ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അതാണല്ലോ റേഡിയസ്. ദിസ് ഇസ് ദ പെർപെൻഡിക്കുലർ ലൈൻ ആൻഡ് വിച്ച് ഈസ് വാട്ട് റേഡിയസ്. അതാണ് റേഡിയസ്. ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന റേഡിയസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ റേഡിയസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ലൈൻ ഇക്വേഷൻ കൂടെ ഇവിടെ എഴുതി വെക്കട്ടെ. ഈ ലൈൻ ഇക്വേഷൻ എന്താണെടാ, -3x plus 2y equal to 1 ആണ്. ഈ യെല്ലോ കളറിൽ കാണുന്നത് -3x plus 2y is equal എന്താണ്, 1 ആണ്.
അപ്പോൾ രണ്ട് ലൈൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റേഡിയസ്. റേഡിയസ് ഈസ് നത്തിങ് ബട്ട് ദ ഡിസ്റ്റൻസ് ഫ്രം ദി പോയിന്റ് m,0. എക്സ് ആക്സിലെ പോയിന്റ് ആയതുകൊണ്ട് m,0 ആണ്. ആ m,0യിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദി ലൈൻ, ബിക്കോസ് ലൈൻ ഇസ് ടച്ചിങ് ദി എക്സ് ആക്സിസ്. അത് കുറച്ച് തന്നിട്ടുണ്ട്. സോ വി നോ r is equal to, r നിങ്ങൾക്ക് കാണാൻ അറിയാം, ഡിസ്റ്റൻസ് ഫോർമുല അറിയാലോ. ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്റ്റിറ്റ്യൂട്ട് ദി പോയിന്റ് ഇൻ ദ ലൈൻ ബൈ റൂട്ട് ഓഫ് a square plus b square അല്ലേ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് m,0 ഇൻ ദി ലൈൻ x minus y plus 1 is equal to 0. അപ്പോൾ എക്സിന് m ഇട്ട് കൊടുക്കുക. സോ m minus yക്ക് 0 ഇട്ട് കൊടുക്കുക. ദെൻ +1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റെ സ്ക്വയർ 1, വൈൻ്റെ കോഎഫിഷ്യൻ്റെ സ്ക്വയറും 1 ആണ്. സോ ദിസ് ഈക്വൽ ടു നത്തിങ് ബട്ട് മോഡുലസ് ഓഫ് m plus 1 by root 2 എന്നാണ് കിട്ടുക. ഓക്കെ, m plus 1 by root 2. ക്ലിയർ ആണല്ലോ. m plus 1 by root 2 is the distance, I mean radius. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 2r square is equal to എങ്ങനെ എഴുതാം? m plus 1 the whole square എന്ന് എഴുതി വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ m plus 1 whole square, r square എന്ന് എഴുതിയാൽ മതി. ഓക്കെ, you can do like this. You can write r square is equal to this. r square is equal to m plus 1 whole square divided by 2 എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് റേഡിയസിൻ്റെ സ്ക്വയർ. നമ്മൾ ജസ്റ്റ് കണ്ടുപിടിച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം? ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഡിസ്റ്റൻസും കൂടെ നിങ്ങൾ എടുക്കണം. ഇവിടെ നിന്നുള്ള ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നോക്കിയാൽ, ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് യു ഹാവ് ടു കൺസിഡർ ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ വാട്ട് ഈസ് ദാറ്റ് ഡിസ്റ്റൻസ്? ആ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അത് കോഡാണ്. അപ്പോൾ ആ കോഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഞാൻ എടുക്കുകയാണ്. ശ്രദ്ധിക്കണേ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുകയാണ്, കോഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കേട്ടോ. അങ്ങനെ എടുക്കുന്ന സമയത്ത് വി സബ്സ്റ്റിറ്റ്യൂട്ട് m,0 ഇൻ ദി സെക്കൻഡ് ലൈൻ, മീൻസ് യെല്ലോ കളറിൽ വരച്ചിരിക്കുന്ന ലൈൻ, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദാറ്റ് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് നമുക്ക് തൽക്കാലം ഈ ഡിസ്റ്റൻസിന് നമുക്ക് h എന്ന് എടുക്കാം. സോ h is equal to modulus, substitute the point m,0 in the line. So we get to minus 3m. ഓക്കെ, minus 3m. പിന്നെ y 0 ആണ്, അപ്പോൾ 2 into 0, so plus 0, then there is minus 1 divided by root of 3 square is 9, 2 square is 4. So h we are getting, this is 3m plus 1, മൈനസിനെ ഞാൻ അവോയ്ഡ് ചെയ്തു, that is divided by root of 13. This is your h. Now listen very carefully. If you draw a line like this, ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ ലൈൻ വരയ്ക്കുക. അതായത് ഇവിടുന്ന് ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. സോ വി ക്യാൻ ഫൈൻഡ് ദിസ് ഡിസ്റ്റൻസ്. നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ്, ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുന്ന ഈ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ഇത് കോഡാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ എന്ത് ചെയ്യും? ഈ പെർപെൻഡിക്കുലർ ലൈൻ എന്ത് ചെയ്യും? നോക്കണേ, ഈ പെർപെൻഡിക്കുലർ ലൈൻ എന്ത് ചെയ്യും? ഈ കോഡിനെ എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും. അപ്പോൾ ഈ ലെങ്ത്, ഈ കോഡിൻ്റെ ലെങ്ത് നമുക്ക് ടോട്ടൽ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. കോഡിൻ്റെ ലെങ്ത് എത്രയാണ്? 4/√13 ആണ്. അപ്പോൾ ഈ ലെങ്ത് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഏത് ലെങ്ത് ആണ്? ഞാനിപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2/√13, പകുതിയാണ് വരിക. 4/√13ൻ്റെ പകുതി എത്രയാണ്? 2/√13 ആണ്. സോ ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് പാർട്ട് അല്ലേ, ഈ ചെറിയ പോർഷൻ്റെ ലെങ്ത്. നൗ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ പൈത്തഗോറസ് തിയറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ആക്ച്വലി റേഡിയസ്, ദാറ്റ് ഈസ് റേഡിയസ്. ഏതാണ് റേഡിയസ് മക്കളെ? ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്ന ഇതാണ് റേഡിയസ്. ഓക്കെ, ദിസ് ഈസ് റേഡിയസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഐ ഗെറ്റ്? റേഡിയസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? h സ്ക്വയർ പ്ലസ് ആ 2/√13 ഹോൾ സ്ക്വയർ ആണ് കിട്ടുക അല്ലേ. 2/√13 ഹോൾ സ്ക്വയർ ആണ് കിട്ടുക. So I can substitute the values of r square and h square. h square we already know. h square നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ r-ൻ്റെ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. r square is what? m plus 1 whole square by 2. So m plus 1 whole square by 2, that is what our r square. Okay, r square substitute ചെയ്തു. That is equal to h square. h square എന്ന് പറഞ്ഞാൽ നോക്കടാ, 3m plus 1 the whole square divided by √13 square is 13. Okay, പ്ലസ് പിന്നെയുള്ള എന്താണ്? 2/√13 whole square, that will be 4/13. Okay, അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ബോത്ത് വി ഹാവ് 13 ആസ് ദി LCM അല്ലേ. യെസ്, അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. സോ വി ഗോ ടു ദ നെക്സ്റ്റ് പേജ്. ഇതിന് നമുക്ക് ഒരു 13 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 13/2 എങ്ങനെ എഴുതാം? 13/2 ഇൻറ്റു എന്താണ് ഇടാ? 13/2 ഇൻറ്റു ഇതാ ഈ 13 ഞാൻ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. യെസ്, അല്ലെങ്കിൽ 13 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 13 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 13 ഇൻറ്റു m plus 1/2 ഹോൾ സ്ക്വയർ, m plus 1/2 the whole square, m plus 1/2 the whole square. Just a minute.
ഓക്കെ, എം പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 2 ആണ്, ഹോൾ സ്ക്വയർ ബൈ 2 ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഹാവ് എ 3m പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 4 അല്ലേ, 3m പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4. ഓക്കെ, ഇവിടെ ഒരു 2 അല്ലേ ഉള്ളൂ, 13/2. ഓക്കെ, 13/2 എഴുതി കഴിഞ്ഞാൽ പിന്നെ എം പ്ലസ് 1 ഹോൾ സ്ക്വയർ മതിയല്ലോ അല്ലേ, ശരിയല്ലേ? എടാ നമുക്ക് ബോത്ത് സൈഡ് 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് 13 ഇൻറ്റു എം പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 2 ഉണ്ട് അവിടെ. അപ്പം കറക്റ്റ് അല്ലേ? യെസ്. ഇനി ഇതിന് നമ്മൾ ചെയ്യാണ്, വേണമെങ്കിൽ 2 നമുക്ക് പിന്നീട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എനിവേ ദിസ് ഇസ് 13 ഇൻറ്റു, ഓക്കെ 13 ഇൻറ്റു ഇതിനെ എക്സ്പാൻഡ് ചെയ്തേ എന്ത് കിട്ടും, എം സ്ക്വയർ പ്ലസ് 2m പ്ലസ് 1 ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് 2 ഇൻറ്റു ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 9m സ്ക്വയർ പ്ലസ് 2ab എന്ന് പറയുമ്പോൾ 6m പ്ലസ് 1 പ്ലസ് 1 മാത്രമല്ല പ്ലസ് ഒരു 4 ഉണ്ട്. ഓക്കെ, ഇൻറ്റു ഹോൾ ഇൻറ്റു 2 റൈറ്റ്. അപ്പോൾ ഇത് നമുക്ക് 13m സ്ക്വയർ പ്ലസ് 26m പ്ലസ് 13 ഇതിനിപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ എത്ര കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ 18m സ്ക്വയർ പ്ലസ് 12m പ്ലസ് 5 ഇൻറ്റു 2 10 ആയി. സോ ഇതൊന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 18 സ്ക്വയർ 13m സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ, 5m സ്ക്വയർ. ഞാൻ ഇതിനെയൊക്കെ അപ്പുറത്തേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. പിന്നെ 26m 12m എന്ന് 26m കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും, -14m ശരിയല്ലേ, -14m. പിന്നെ 13 അപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ 10 - 13 ദാറ്റ് വിൽ ബി -3 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. 5m സ്ക്വയർ പ്ലസ് നോട്ട് പ്ലസ് -15m പ്ലസ് m that will be -14m -3 is equal to 0. So we take a 5m common, we'll get m minus 3 plus 1 into m minus 3 that is equal to 0. Okay, ഇനി നമ്മൾ ഇവിടുന്ന് m minus 3നെ വീണ്ടും കോമൺ ഔട്ട് ചെയ്യുന്നു. അപ്പോൾ m minus 3നെ കോമൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ m minus 3 into 5m plus 1 is equal to 0. So we get m is equal to 3 or m is equal to -1/5 -1/5 എന്ന് കിട്ടും. ശരിയല്ലടാ? അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഇത് നമ്മൾ റിജക്റ്റ് ചെയ്യും. കാരണം എം എന്ന് പറഞ്ഞാൽ m,0 എന്ന് പറയുന്നത് പോസിറ്റീവ് സൈഡ് ഓഫ് എക്സ് ആക്സ് ആണ്. സോ വി വിൽ നോട്ട് ഗെറ്റ് എ നെഗറ്റീവ് വാല്യൂ. സോ റിജക്റ്റ് ദിസ് പാർട്ട്. സോ യു ആർ ടേക്കിംഗ് ഓൺലി ദാറ്റ് m is equal to 3. സോ ദിസ് പോയിന്റ് ഈസ് 3,0 ആണ്. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ക്ലിയർ? സോ നമ്മൾ ഓൾമോസ്റ്റ് പ്രോബ്ലം കഴിയാനായി. ഇത് ഇത്രയും ചെയ്യാനുണ്ടത് ആക്ച്വലി. അപ്പോൾ നമ്മൾ അറിയാവുന്ന കാര്യങ്ങളെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെ ആലോചിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഈസ് ഓൾസോ വെരി ലെങ്തി. അത് മാത്രമേ ഇവിടെ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഹൈപ്പർബോളയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ ലൈനുമായിട്ട് ബന്ധപ്പെട്ട് സർക്കിളിൻ്റെ ഒക്കെ കാര്യങ്ങൾ വെച്ച് നമ്മൾ എം കണ്ടുപിടിച്ചു. ഇത് നമ്മൾ ഹൈപ്പർബോളയിലേക്ക് വരുന്ന സമയത്ത് ഹൈപ്പർബോളയുടെ പറഞ്ഞിരിക്കുന്നത് 1 ഓഫ് ദി ഫോസൈ ഈസ് ദി സെൻറ്റർ ഓഫ് സി ആണ്. അപ്പോൾ സി എന്ന് പറയുന്ന സർക്കിളിൻ്റെ സെൻറ്റർ നമുക്കറിയാം. ഇപ്പോൾ കിട്ടിയ സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്, 3,0 ആണ്. അതാണ് 1 ഓഫ് ദി ഫോസൈ. പക്ഷേ ഹൈപ്പർബോളയെ സംബന്ധിച്ച് ഫോസൈ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സൈഡിലേക്ക് പറയുമ്പോൾ AE,0 ആണ്. അപ്പോൾ AE എന്ന് പറയുന്നതാണ് എം ആക്ച്വലി അല്ലേ. അപ്പോൾ AE ഹൈപ്പർബോളയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു ഹൈപ്പർബോൾ എടുക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഡയഗ്രാം വരയ്ക്കുന്നില്ല, അതിലേക്ക് വരച്ചാൽ കൺഫ്യൂസ്ഡ് ആവും. നമ്മൾ ഹൈപ്പർബോള പറയുന്ന സമയത്ത് നമ്മളിതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 3,0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് യൂഷ്വലി വി റൈറ്റ് AE,0. ഓക്കെ, അപ്പോൾ ഇവിടെ AE എന്ന് പറയുന്നതാണ് ആക്ച്വലി എന്ത് 3 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. AE ഈസ് ഈക്വൽ ടു എന്താണ് 3 ആണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഇവിടെ എമ്മിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ റേഡിയസ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അല്ലേ. എമ്മിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ റേഡിയസ് കൃത്യമായിട്ട് പറയാൻ പറ്റും. ബിക്കോസ് r² = m+1 ഹോൾ സ്ക്വയർ ബൈ 3 ആണ്. നമ്മളതും കൂടെ ഒന്ന് ജസ്റ്റ് കണ്ടുപിടിച്ചേക്കാം. അപ്പോൾ എന്താണ് r² എന്ന് പറഞ്ഞാൽ എന്തായിരുന്നുടാ, m+1 ഹോൾ സ്ക്വയർ ബൈ 2 ആണ് അല്ലേ. m+1 ഹോൾ സ്ക്വയർ ബൈ 2 ആണ്. m എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3+1 എന്ന് പറയുമ്പോൾ 4 4² 16 16/2 8 എന്ന് കിട്ടും. സോ r² = 8 ആണ്. സോ r = 2√2 എന്ന് വേണമെങ്കിൽ പറയാം. റേഡിയസ് ഈസ് 2√2. ഓക്കെ, റേഡിയസ് 2√2 ആണെന്നുള്ള കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 4√2 അല്ലടാ. ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡയമീറ്റർ എന്ന് ഞാൻ ജസ്റ്റ് കണ്ടുവെച്ചതാണ്, അതിൻ്റെ ആവശ്യം വരും. 1 ഓഫ് ദി എന്താണ് ഫോസൈ ഈസ് ദി സെൻറ്റർ ഓഫ് ദി സി ആൻഡ് ദി ലെങ്ത് ഓഫ് ദി ട്രാൻസ്വേഴ്സ് ആക്സിസ് ദി ഡയമീറ്റർ ഓഫ് സി. ലെങ്ത് ഓഫ് ദി ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർബോളയെ സംബന്ധിച്ച് 2bt ആണ് അല്ലേ.
ലെങ്ത് ഓഫ് ദി ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ 2 ബീറ്റയാണ്. അപ്പോൾ നമുക്കത് എഴുതണം. 2 ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? 2 ബീറ്റ എന്ന് പറയുന്നതാണ് ലെങ്ത് ഓഫ് ദി ട്രാൻസ്വേഴ്സ് ആക്സിസ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4√2 ആണ്. ഓക്കെ, അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് 2√2 ആണ്. അപ്പോൾ ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് 8 ആണ്. 2√2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 ആണ്. ഓക്കെ, ബീറ്റ സ്ക്വയർ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ആൽഫ സ്ക്വയർ ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ആൽഫ എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, ആൽഫ എന്ന് പറയുന്നത് ആക്ച്വലി എങ്ങനെ കിട്ടും? AE. അപ്പോൾ നമുക്ക് ബീറ്റ കിട്ടി. ഇനി നമ്മൾ AE വെച്ചുകൊണ്ട് ചെയ്യണം. കുറച്ച് ലെങ്തിയാണ് മക്കളെ, രക്ഷയില്ല. ഇവിടെ നമുക്കൊരു ഫോർമുല അറിയാം ഹൈപ്പർബോളയിൽ. എന്താണ് എസെൻട്രിസിറ്റി കാണാനുള്ള ഫോർമുല? E സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 + B സ്ക്വയർ ബൈ A സ്ക്വയർ. വേണമെങ്കിൽ A സ്ക്വയറോട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ AE ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്ന് കിട്ടും. AE നമുക്കറിയാം. AE എന്ന് പറയുന്നത് എന്താണ്? AE ഇസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഇത് 3 സ്ക്വയർ 9 ആയി. ദാറ്റ്സ് ഈക്വൽ ടു A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. B സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബീറ്റ സ്ക്വയർ ആണ്. ബീറ്റ സ്ക്വയർ ഇസ് 8. സോ വി ആർ ഗെറ്റിംഗ് A സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. A സ്ക്വയർ 1 എന്ന് കിട്ടി. അപ്പോൾ AE എന്ന് പറയുന്നതാണ് ആക്ച്വലി A സ്ക്വയർ 1 എന്ന് കിട്ടിയല്ലോ അല്ലേ? A സ്ക്വയർ ഈസ് 1. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ? നമ്മൾ ആൻസറിലേക്ക് എത്തിയില്ലേ? നമ്മളെ ആൻസർ എന്താണ്? 2 ആൽഫ സ്ക്വയർ പ്ലസ് 3 ബീറ്റ സ്ക്വയർ ആണ് അല്ലേ ആൻസർ. അപ്പോൾ 2 ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ A സ്ക്വയർ ആണ്. 2 A സ്ക്വയർ പ്ലസ് 3 B സ്ക്വയർ ആണ് എന്ന് വെച്ചാൽ ബീറ്റ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിന് ആൻസർ എന്ത് കിട്ടി? 2 A സ്ക്വയർ പ്ലസ് 3 ബീറ്റ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിന് ആൻസർ 2 × 1 സ്ക്വയർ പ്ലസ് 3 × ബീറ്റ സ്ക്വയർ ഈസ് ഐ തിങ്ക് ഇറ്റ് ഈസ് 8. ബീറ്റ സ്ക്വയർ എത്രയായിരുന്നു? യെസ് 8 ആണ്. ബി സ്ക്വയർ മീൻസ് ബീറ്റ സ്ക്വയർ, ദാറ്റ് ഈസ് 8. ഞാൻ ബീറ്റ സ്ക്വയർ ആൽഫ ബീറ്റ എന്നുള്ളതിന് AB അങ്ങനെ എടുത്തുന്നല്ലോ കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടുക 2 + 24 ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 26. ഇതിന് ആൻസർ വരുന്നത് 26 എന്നാണ്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വെരി ലെങ്തി ആണ് ഇത്. ഡിഫിക്കൽട്ടി കാറ്റഗറിയിൽ എടുത്താവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് വെരി വെരി ലെങ്തി വൺ. ഓക്കെ, മക്കളെ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് കോൺസെപ്റ്റുകൾ ഇതിലുണ്ട്. ഈ ക്വസ്റ്റ്യൻ പഠിക്കുന്നതിലൂടെ നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുമ്പോൾ, അതായത് എളുപ്പമുള്ള ലെവലിലെ ക്വസ്റ്റ്യൻസ്, ആവറേജ് ലെവൽ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കോൺസെപ്റ്റുകൾ നമുക്ക് പെട്ടെന്ന് ക്ലിക്കാവും. ഡിഫിക്കൽട്ടി പ്രോബ്ലം ചെയ്യുമ്പോഴുള്ള ഗുണം അതാണ്. അപ്പോൾ അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ.